എന്താ SSC GD 2022 17-ാം തീയതി നടന്ന ഷിഫ്റ്റ് 1 മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം എന്താ ഓപ്ഷൻ സി എടുത്ത് നോക്കാം. അതായത് 9, 4, 36, 36 30 പോയ 6, 12, 14, 14, 6. മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ 30/3 ആദ്യം ചെയ്യുമ്പോൾ 10 വരും. അപ്പം 36 + 14 - 10 വരും. 36 10 46, 46 4 50, 50 10 പോയ എത്രയാണ് 40 വരും. ഇത് കറക്റ്റ് വരും. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെയ്ത് നോക്കാം. 8 3 24 + 63/9 ചെയ്യുമ്പോൾ എത്ര 7 വരും. +7 - 6 എന്ന് പറയുന്നത് എത്രയാണ് 24 1 5 25 വരും. ഇതും കറക്റ്റാണ്. നമുക്ക് ഓപ്ഷൻ ഡി ചെയ്ത് നോക്കാം. അതായത് 13 - 7 ചെയ്യുമ്പോൾ 6 വരും. 6 + 8 9 72 72 + 63/9 എന്ന് പറയുമ്പോൾ 7 വരും. ഈസിക്കൽ എത്രയാണ്? അപ്പോൾ 72 10 82 82 3 ഇവിടെ 85 വരത്തുള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 88 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് തെറ്റ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കറക്റ്റ് ഓപ്ഷൻ ഡി വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ എന്താ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യനാണ്. HCF തന്നിട്ടുണ്ട്. 2 നമ്പറിൻ്റെ HCF തന്നിട്ടുണ്ട്. LCM തന്നിട്ടുണ്ട്. അതിലൊരു നമ്പർ തന്നിട്ട് അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്പർ കാണാനാണ് ചോദിച്ചേക്കുന്നത്. അതായത് 24 × 2400 എന്ന് പറയുന്നത് എന്താ LCM × HCF എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. അതിനകത്ത് ഒരു നമ്പർ തന്നിട്ടുണ്ട്. മറ്റേ നമ്പർ X എന്ന് എടുത്തോളാം. അപ്പം X കാണാൻ എന്താ 24 × 2400 / 180. 0 0 കട്ട് ചെയ്ത് പോയി. അപ്പം രണ്ടും ഈ 24 18 3 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 6 വരും. ഇവിടെ 8 വരും. ഈ 6 24 വെട്ടാൻ പറ്റും. 6 4 24 ആണ്. അപ്പോൾ ഇവിടെ 40 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര 8 4 32 വരും. ഒരു 0 ഇട്ട് കൊടുത്തോളാം. 320 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. ഇവിടെ എന്താ ഈ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് എന്താ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് റെഡ്യൂസർ ഫ്രം 15,750 to 14,490 ബിക്കോസ് ഓഫ് ഔട്ട് ബ്രേക്ക് ഓഫ് COVID-19. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 15,750 പേരുണ്ടായിരുന്നു. 14,490 ഇവിടെ എത്രയാണ് പോകണേ? 15,750 1000 കുറഞ്ഞ എത്രയാണ്? 14,750 ആകും. അപ്പോൾ 650 550 450 ആകുമ്പോൾ എത്രയാണ്? 1300 ആകും. ഇവിടെ 1300 കൂടുന്നില്ല. 40 1300 40 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 1260 ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 1260 കുറയും. എത്രയില്ല? 15,750 × 100 ചെയ്താൽ മതി. ഇവിടെ ഈ 0 വെട്ടിപ്പോയി. ഇവിടെ 15,75 ഈ 100 കഴിഞ്ഞാൽ 25 കൊണ്ട് വെട്ടുക. അപ്പം ഇവിടെ 63 വരും. ഇത് 4 വരും. ഈ 63 × 2 ചെയ്യുമ്പോഴാണ് 126 വരുന്നത്. 2 ആൻസർ എത്രയാണ്? 8% കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം പെർസെൻറ്റ് പോപ്പുലേഷൻ ഓഫ് എ സിറ്റി എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ഇത്രയാണ്. 5% വെച്ച് പോപ്പുലേഷൻ ഗ്രോ ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിന് ശേഷം എന്താവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ 5 വർഷത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 5% നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നത്? 1/20 എടുക്കാൻ പറ്റും. അതായത് എല്ലാ വർഷവും 20 എന്നുള്ളത് ഈ 1 ചേർത്ത് 21 ആവും. അപ്പോൾ 3 വർഷത്തിന് മുമ്പുള്ള പോപ്പുലേഷൻ നമുക്ക് P എന്ന് എടുക്കാം. P × എല്ലാ വർഷവും എന്താണ് 20 എന്നുള്ള 21 ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ 3 വർഷം ചെയ്യുമ്പം 21/20 × 21/20 × 21/20 ഇങ്ങനെയാവും. എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ആ വാല്യൂ 92 61
0 0 0. ഇത് 3 0 വെട്ടിപ്പോലല്ലേ, സോറി. 21-ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 21-ൻ്റെ ക്യൂബാണ് എന്ത്? 92 61 എന്നുള്ളത്. അപ്പോൾ ഈ 3 21 ഈ 92 61 വെട്ടിപ്പോകുമ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ 1000 ഉള്ളൂ. ഇവിടെ 1000 ഇൻറ്റു 2 2 2 എത്രയാണ്? 8 ആയി. 8 ഇട്ടിട്ട് 3 0 ഇടണം. ഇതിപ്പോൾ എത്ര വരുന്നത്? 8 ഇട്ടിട്ട് 6 0 ഇടണം. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ പുള്ളിയുടെ വീക്ക്ലി വേജ് എന്ന് പറഞ്ഞാൽ 1200 നിന്ന് 1800 കൂടി. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1200 നിന്ന് 1800 ആവാൻ എത്ര? 600 കൂടിയത്. എത്രയല്ല കൂടി? 1200 കൂടി 100. ഇപ്പോൾ ഇവിടെ 2 0 കട്ട് ചെയ്ത് പോയി. 1/2 1/2 1/2 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്രയാണ്? 50%. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2000 മാർക്ക് ചെയ്ത സാധനത്തിന് 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്ത് 20% 10%. അങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 2000 ഇൻറ്റു 20% ഡിസ്കൗണ്ട് കൊടുത്തു, ബാക്കി എത്ര ഉള്ളൂ? 80/100 ഉള്ളൂ. അതുപോലെ തന്നെ 10% ഡിസ്കൗണ്ട് കൊടുത്തു, ബാക്കി എത്ര? 90/100. ഇവിടെ 0 0 കട്ട് ചെയ്ത് പോയി, 0 0 കട്ട് ചെയ്ത് പോയി, ഈ 0 പോയി, ഈ 0 പോയി. അപ്പോൾ 20 ഇൻറ്റു 72 ചെയ്താൽ മതി. 72-ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? 144. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 1440 രൂപയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കടക്കാരൻ 50 ചെയർ വാങ്ങി. എത്രയാണ്? 50,000 രൂപയ്ക്ക്. പക്ഷേ അതിനകത്ത് 20 എണ്ണം എന്താണ്? ഡാമേജ്ഡായിരുന്നു. ഹീ ഡിസൈഡ് ടു സെൽ ഈച്ച് ഓഫ് ദ ഡാമേജ്ഡ് ചെയർ എന്ന് പറയുന്നത് 3/4 ഓഫ് ദ സെല്ലിംഗ് പ്രൈസിലാണ് വിൽക്കാൻ തീരുമാനിച്ചത്. ദെൻ വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ നോർമൽ ചെയർ സോ ദാറ്റ് ഹി മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 35% ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇത് തന്നെ എടുക്കാം. അതായത് ഹോൾ ട്രാൻസാക്ഷനിൽ 35% ലാഭം കിട്ടണം. 50,000-ൻ്റെ 35% എടുക്കുമ്പോൾ എത്രയാണ്? ഇൻറ്റു 35/100 കൊടുത്തോളാം. ഇത് വെട്ടിപ്പോയി. 35 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 175 വരും. 175 2 0. ഇത്രയും വേണം ലാഭം കിട്ടാൻ. അപ്പം എന്താണ്? ലെറ്റ് എസ് പി ഓഫ് 1 ഷെയർ എന്നുള്ള നമുക്ക് എന്താണ്? എക്സ് ആയിട്ട് എടുക്കാം. അപ്പം മൊത്തം നല്ല ചെയർ 30 ചെയറുണ്ട്. അത് ഇൻറ്റു എക്സ് പ്ലസ് പോയ ചെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പോയ ചെയർ ബാക്കിയാണ് 20 എണ്ണമാണ്. അത് ഇൻറ്റു എത്രയാണ്? ഈ സെല്ലിംഗ് പ്രൈസിന് 3/4 വിലയ്ക്കാണ് വെക്കുന്നത്. അപ്പം 3/4 എക്സ് എന്നുള്ളത് ഈക്വൽ ടു എന്ത് വരും? കോസ്റ്റ് പ്രൈസായ 50,000-ൻ്റെ കൂടെ ഈ പ്രോഫിറ്റും കൂടെ കൂട്ടണം. അപ്പോൾ എത്രയാണ്? 50,000 17,500 കൂടി ചെയ്യുമ്പോൾ 67,500 വരും. ഇവിടെ സോൾവ് ഫോർ എക്സ് ചെയ്താൽ എന്താണ്? നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇവിടെ 4ഉം 20 കൂടെ വെട്ടിപ്പോകും. അപ്പോൾ പൈസ 20 വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ എത്ര? 30x പ്ലസ് 15x എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 67,500. 30ഉം 15 എത്ര? 45. എക്സ് ഈക്വൽ ടു 67,500. എക്സ് ഈക്വൽ ടു 67,500/45 വരും. മുകളിൽ താഴെ ഞാൻ 9 കൊണ്ട് വെക്കുക. ഇപ്പോൾ എത്രയായി? ഇവിടെ 7,500 ആയി. താഴെ 9 ആയി. 9 5 7 വരും. താഴെ 5 ആയി. അപ്പോൾ 7,500/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,500 ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. അപ്പോൾ അതിനർത്ഥം എന്താ? 30 ചെയർ 1,500-ന് വിൽക്കണം. ബാക്കിയുള്ള 20 ചെയർ 1,500-ന് 3/4 വിലയ്ക്കും വിൽക്കണം. അത് എത്രയാണ്? എത്ര ആ വിലയ്ക്കും വിൽക്കണം. എന്നാലേ എന്ത് മൊത്തത്തിൽ 67,500 കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു റീറ്റെയിലർ
ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തത് എത്രയാണ്? 40% ഡിസ്കൗണ്ട് അലൗ ചെയ്തത്. എന്തില്ല? ഒരു ഫുഡ് പ്രോസസ്സർ മാർക്കറ്റ് അറ്റ് 86,000 രൂപ. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഫുഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് എത്രയാണ്? 60% ബിലോ ദ മാർക്ക് പ്രൈസാണ്. ഈ ഓഫറുടെ ഫർദർ ഡിസ്കൗണ്ട് ഓഫ് 10%. എന്താ? ഈ ഇഫ് ദ ബയ്യർ ഹാസ് ഈസ് മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ദ പ്രോഫിറ്റ് ഓഫ് റീറ്റെയിലർ വിത്ത് ദ മെമ്പർഷിപ്പ് കാർഡ് സ്കീം ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രോഫിറ്റ് റീറ്റെയിലർ വിത്തൗട്ട് ദ മെമ്പർഷിപ്പ് കാർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ നിന്ന് നമുക്കിവിടെ എന്താ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള 100 എടുക്കാം. MP അതായത് 100. ഇനി അടുത്ത് തന്നേക്കുന്നത് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫുഡ് പ്രോസസർ ഈസ് 60% ബിലോ ദ മാർക്കറ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കോസ്റ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിൻ്റെ 60% താഴെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 40 വരത്തുള്ളൂ. ഇവിടുത്തെ 60% താഴെയാണ് 40 എന്നുള്ളത്. ഇനി നമുക്ക് എന്താണ് SP കണ്ടുപിടിക്കാം. സെല്ലിംഗ് പ്രൈസ്, 2 സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ഒന്നെന്താണ്? ഒന്ന് വിത്ത് മെമ്പർഷിപ്പ് കാർഡ്, 2 വിത്തൗട്ട് മെമ്പർഷിപ്പ് കാർഡ്. വിത്ത് മെമ്പർഷിപ്പ് കാർഡ് ഉള്ളവർക്ക് എന്താണ്? എല്ലാവർക്കും കിട്ടുന്ന 40% ഡിസ്കൗണ്ടും അതിന് പുറമെ എന്താണ് 10% എക്സ്ട്രാ കിട്ടും. ഇവിടെ എന്താണ്? വിത്തൗട്ട് മെമ്പർഷിപ്പ് കാർഡ് ഉള്ളതിൽ എല്ലാവർക്കും കിട്ടുന്ന 40% ഡിസ്കൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇത് മെമ്പർഷിപ്പ് കാർഡ് ഉള്ളവരുടെ അവർക്ക് എത്രയാണ്? 100ൻ്റെ ആദ്യം 40% ഡിസ്കൗണ്ട് എടുക്കും. അപ്പോൾ ബാക്കി എത്രയാണ്? 60/100 ഇൻറ്റു ഒരു ഡിസ്കൗണ്ടും കൂടെ കിട്ടും. എന്താണ്? കാർഡുള്ളതിൻ്റെ പേരിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ബാക്കി എത്ര? 90/100. ഇതാണ് ആ വാങ്ങുന്നയാൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 0 വെട്ടി പോകുമ്പോൾ ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. 6954 വരും. ശതമാനമല്ല, 54 രൂപ എന്ന് എടുത്തുള്ളൂ. കാരണം നമ്മളിവിടെ മാർക്ക് പ്രൈസ് 100 രൂപ എന്നല്ല എടുത്തേ. ഈ മെമ്പർഷിപ്പ് കാർഡ് ഇല്ലാത്ത ആൾക്ക് എന്താണ്? ഇല്ലാത്ത ആൾക്ക് ഈ 100 മാർക്കറ്റ് പ്രൈസിൽ ഒറ്റ ഡിസ്കൗണ്ടേ കൊടുത്തുള്ളൂ. അതെന്താണ്? എല്ലാവർക്കും കിട്ടുന്ന 40%. അപ്പം 100ൽ നിന്ന് 40 പോയി ബാക്കി എത്രയാണ്? 60%ആണ് അടയ്ക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 60 രൂപ കൊടുക്കണം. നമ്മളോട് ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് റീറ്റെയിലേഴ്സ് വിത്ത് ദ മെമ്പർഷിപ്പ് കാർഡ് സ്കീം ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് റീറ്റെയിലർ വിത്തൗട്ട് ദ മെമ്പർഷിപ്പ് കാർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പുള്ളി കടയിൽ സാധനം വാങ്ങാൻ വരുമ്പം അയാൾ മെമ്പർഷിപ്പ് കാർഡ് കൊണ്ട് വരുമ്പം ആ കടക്കാരന് കിട്ടുന്ന പ്രോഫിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കാർഡും കൊണ്ട് വരാത്ത സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റ് എന്തുമാത്രം കൂടുതലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മെമ്പർഷിപ്പ് കാർഡുള്ള ആൾക്ക് കൊടുക്കുമ്പം എന്ത് ലാഭം കിട്ടുന്നോ അതിനെ സംബന്ധിച്ച് മെമ്പർഷിപ്പ് കാർഡ് ഇല്ലാത്ത ആൾക്ക് കൊടുക്കുമ്പം എന്ത് ലാഭം കിട്ടുന്നതിൻ്റെ എത്ര ശതമാനമാണ് ചോദിച്ചേക്കുന്നത്. മെമ്പർഷിപ്പ് കാർഡുമായിട്ട് വരുമ്പോൾ എത്രയാണ്? 40 രൂപയുടെ സാധനം അയാൾ 54 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര രൂപ ലാഭം കിട്ടുന്നത്? 14 രൂപ ലാഭം കിട്ടും. എത്രയില്ല? 40 ഇൻറ്റു 100 ചെയ്തോളാം. അപ്പം 0 വെട്ടിപ്പോയി 7 2 70/2 ചെയ്യുമ്പോൾ 35% ലാഭം കിട്ടുന്നത്. മെമ്പർഷിപ്പ് കാർഡുമായിട്ട് വരാത്ത സമയത്ത് എത്രയാണ്? 40 രൂപയുടെ സാധനം 60 രൂപയ്ക്കായി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എത്രയാണ് ലാഭം? 40 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 20 രൂപയാണ് ലാഭം. എത്രയില്ല? 40 ഇൻറ്റു 100. അപ്പം ഇത് എല്ലാം വെട്ടി പോകുമ്പോൾ 1/2 ഇൻറ്റു 100 വരും. ഇവിടെ 50% ലാഭം കിട്ടുന്നത്. ഇനി വിത്തൗട്ട് കാർഡിനെ വെച്ച് നോക്കുമ്പം വിത്ത് കാർഡിന് ലാഭശതമാനം എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനുവേണ്ടി എന്താ ഇവരെ നമ്മളുടെ പെർസെൻറ്റേജ് അങ്ങ് എടുത്താൽ മതി. അപ്പം വിത്ത് കാർഡിന് 35% ലാഭം കിട്ടും, വിത്തൗട്ട് കാർഡിന് 50% ലാഭം കിട്ടും. ഇൻറ്റു 100 ഇരിക്കാം. അപ്പോൾ എത്ര വരുന്നത്? ഇവിടെ എന്താണ് ഞാൻ 5 കൊണ്ട് കിട്ടുക. അപ്പം 7 5 അല്ല ഞാൻ അപ്പോൾ അത് തന്നെ മുകളിൽ 7 വരും, താഴെ 10 വരും. 10 ഈ 10
ഇവിടുത്തെ മുകളിലത്തെ 0 വെട്ടിപ്പോയി, ബാക്കിയത്തെ 70% കിട്ടും. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് 8ാമത്തെ ക്വസ്റ്റ്യനിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അത് റിപ്പീറ്റ് അടിച്ച് കാണാൻ ശ്രമിക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ കടക്കാരൻ എന്താ പറയുന്നത്, പുള്ളി സാധനം വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ്, പുള്ളി ഒരു ഫോൾസ് വെയിറ്റ് ഉപയോഗിക്കുന്നത്. 5/19% ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഫോൾസ് വെയിറ്റ് ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ഫൈൻഡ് ദ എറർ ഇൻ ദ വെയിറ്റ് ഓഫ് 1 kg. 1 kg വെച്ച് നോക്കുമ്പോൾ 1 kg ആണെന്ന് പറഞ്ഞ് പുള്ളി എത്രയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം ഈ 5/19 ഈ ഒരു രീതിയിൽ നിന്ന് മാറ്റാം. നമുക്ക് ആദ്യം എന്താണ്, ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പം അതിനെന്താ ചെയ്യേണ്ട, 5 × 19 ചെയ്യാം. 5 × 19 + 5/19 ആണ് ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ 5 × 19 ചെയ്യുമ്പോൾ 95 + 5 100/19 എന്ന് വരും. അപ്പം ഇത് പെർസെൻറ്റേജാണ്. ഇനി നമുക്കിത് ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. എന്തിനാ, നമ്മൾ സ്ഥിരം ഫ്രാക്ഷൻ ആക്കാൻ. നമ്മൾ സാധാരണ 5% എടുക്കുമ്പം എങ്ങനെയാണ്, 5% ഫ്രാക്ഷൻ ഫോം ആകുമ്പോൾ 5/100 എന്ന് എഴുതും. എന്നിട്ട് സൈഡിൽ 5 കൊണ്ട് വെട്ടുമ്പോൾ 1/20 എന്ന് വരും. അപ്പം 5% ഫ്രാക്ഷൻ വാല്യൂ 1/20 എന്ന് കിട്ടി. അതുപോലെ തന്നെയാണ് 20% നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ 20/100 എന്ന് എഴുതും. അപ്പോൾ രണ്ട് സൈഡിലും 5 കൊണ്ട് വെട്ടിയിട്ട് 1/5 എന്നാവും. അപ്പോൾ 20ൻ്റെ ഫ്രാക്ഷൻ ഫോം എത്രയാണ്, 1/5 എന്ന് കിട്ടി. അതുപോലെ നമ്മൾ 100/19 എന്ന് പറഞ്ഞ് പെർസെൻറ്റേജിന് നമ്മൾ ഫ്രാക്ഷൻ ആക്കാൻ /100 ഇട്ടു. അപ്പം ഇവിടെ 100/1 ഉണ്ട്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ 100/1 തിരിഞ്ഞ് കയറി മൾട്ടിപ്ലൈ ആയിട്ട് 1/100 ആവും, ഇൻറ്റു 1/100 ആവും. അപ്പോൾ ഈ 100 വെട്ടിപ്പോയിട്ട് ഈ 5/19 തുല്യമായ ഫ്രാക്ഷൻ ഫോം എത്രയാവും, 1/19 എന്ന് കിട്ടും. അതിനർത്ഥം എന്താ, 19 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അയാൾ 20 രൂപയ്ക്ക് വിറ്റു. ഈ 1 രൂപ കൂട്ടി 20 രൂപയ്ക്ക് വിറ്റു. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് ഇതന്നെ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇത്രയും കിട്ടിയെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പം ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, 1000 ഗ്രാമിന് 1 ഗ്രാമിന് 1 രൂപ വെച്ച് അപ്പം 1000 ഗ്രാമിന് 1000 രൂപ. ഇതെന്താണ്, ഇത് കോസ്റ്റ് പ്രൈസാണ്. ഇവിടെ ഇയാൾ 1000 ഗ്രാം വിൽക്കുമ്പോൾ അയാൾ കോസ്റ്റ് പ്രൈസ് തന്നെയാണ് വിൽക്കുന്നത്. 1000 ഗ്രാം വിൽക്കുമ്പോൾ 1000 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. 1000 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. ഈ 1000ൻ്റെ വാല്യൂ ആണ് നമ്മൾ 20 എടുക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടത് എത്രയാണ്, 19ൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. 20ൻ്റെ വാല്യൂ 1000 ആണെങ്കിൽ എത്രയാണ്, 1ൻ്റെ വാല്യൂ 50 എന്ന് കിട്ടി. 1 യൂണിറ്റിൻ്റെ വാല്യൂ 50 എന്ന് കിട്ടി. അപ്പോൾ 19ൻ്റെ വാല്യൂ എത്രയായിരിക്കും, 19 × 50 ചെയ്യുമ്പോൾ 950 എന്നാണ് ഉത്തരം. 950 എന്നല്ല ഉത്തരം. പുള്ളി 1000 ഗ്രാമാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, 950 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ എറർ ഇൻ ദ വെയിറ്റ് ഓഫ് 1 kg എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1000 ഗ്രാം എന്ന് പറഞ്ഞ് ഇയാൾ 950 കൊടുക്കുന്നുള്ളൂ. 50 ഗ്രാമിൻ്റെ വ്യത്യാസം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 50 ഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, 24,000 എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിള് 26,460 എമൗണ്ട് ചെയ്യുക. എത്ര, 5% പലിശ നിരക്കിൽ. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എത്ര മാസം കൊണ്ടാണ് അത് 26,460 എത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നേക്കുന്ന പ്രിൻസിപ്പളിൻ്റെ എമൗണ്ടിന് നമ്മൾ റേഷ്യോ ആക്കുക. 0 കട്ട് ചെയ്ത് പോയി. പിന്നെ രണ്ട് സൈഡിൽ ഞാൻ 6 കൊണ്ട് വെട്ടുക. അപ്പം 2400 6 കൊണ്ട് വെട്ടുമ്പോൾ എത്ര, 6 4s ആണ് 24. അപ്പം ഇവിടെ 400 വരും. ഇവിടെ 26 വെട്ടുമ്പോൾ എത്രയാണ്, 6 4s 24 വരും. 4 റിമൈൻഡർ വരും.
4 റിമൈൻഡർ വരുന്നത് 24/2 റിമൈൻഡർ വരുന്നത്. അപ്പം 24 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. 6 4s are 24 വരും. പിന്നെ അവസാനമുള്ള ഒരു 6 ആണ്. 6 1s are 6 വരും. അതുപോലെ നമുക്ക് എന്താണ് 5% എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. 5% നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് 1/20 എന്ന് എടുക്കാം. അതായത് 20 ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ ഒന്നുകൂടി 21 5% നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് റേഷ്യോയിൽ എഴുതുമ്പോൾ എന്തായിരുന്നു 20 ഉണ്ടായിരുന്നത് 21 ഇനി നോക്കിയേ, ഞാൻ 20ൻ്റെ സ്ക്വയർ എടുക്കുന്നു, 21ൻ്റെ സ്ക്വയർ എടുക്കുന്നു. അത് തന്നെയല്ലേ ഈ കിടക്കുന്നത് നോക്കി. അതായത് 5% വെച്ച് കോമ്പൗണ്ട് ചെയ്യുമ്പം 2 വർഷം കൊണ്ടാണ്. 2 വർഷം കൊണ്ടെന്ന് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ഈ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ് 2 വർഷം. ഈ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് 2 വർഷം എടുക്കാൻ പറ്റും. 5% വെച്ച് 2 വർഷം ആയപ്പോഴാണ് 24,000 എന്നുള്ള 26,460 ആയത്. അപ്പം ആൻസർ എത്ര 2 വർഷം അഥവാ 24 മന്ത്സാണ് എടുക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ സ്ക്വയറിന് പകരം ഇവിടെ ക്യൂബ് വന്നിരുന്നെങ്കിൽ എന്ത് പറ്റിയാണ്, നമ്മൾ 3 വർഷം എടുക്കാൻ. വർഷം ആകുമ്പോൾ എത്രയാണ് 36 മാസമാവും. നമുക്ക് എന്താ സ്ക്വയർ ആയിട്ട്, അതുകൊണ്ട് 24 മാസമാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ജാക്കിൻ്റെയിലും ജോണിൻ്റെയിലും 7:13 എന്ന രീതിയിൽ പൈസയുണ്ട്. അതുപോലെ ജോണിൻ്റെയിലും ജോനാസിൻ്റെയിലും 9:11 എന്ന് പറഞ്ഞ് റേഷ്യോയിൽ പൈസ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജാക്കിൻ്റെയിൽ 6,300 ഉണ്ടെങ്കിൽ ജോനാസിൻ്റെ എത്രയുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ജാക്ക്, ജോണ്, അതുപോലെ ആരാണ് ജോനാസ്. ജാക്കിൻ്റെയിലും ജോണിൻ്റെയിലും റേഷ്യോ നോക്കുമ്പോൾ എത്രയാണ് 7:13 ആണ്. ഇനി ജോണിൻ്റെയിലും ജോനാസിൻ്റെയിലും 9:11. അപ്പം ഇത്രയും ഭാഗം സെയിം ആക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത് ഇൻറ്റു 9 കൊടുത്തോളാം, ഇവിടെ ഇൻറ്റു 13 കൊടുത്തോളാം. അപ്പം ഈ 2 റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോർഷൻ ആയതുകൊണ്ട് ഈ 9 × 13 ചെയ്യുമ്പോൾ ഇവിടെ 11 ആട്ടോ, ഇവിടെ ഇൻറ്റു 13 കൊടുത്തോളുക. അതുപോലെ ഈ 7ഉം 13ഉം പ്രപ്പോർഷൻ ആയതുകൊണ്ട് 13 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാനിവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം 127:11 × 13 ചെയ്യുമ്പോൾ 143, 7 9 ചെയ്യുമ്പോൾ 63 വരും. ഇതാണ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നുണ്ട് ഈ 63ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 6,300. അപ്പം മനസ്സിലാവും എന്താണ് 100 ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ജോനാസിന് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ജോനാസിനെ കിട്ടാനെന്താണ് ഇവിടെ 100 ചെയ്തോളാം. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 141 0 16,300. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ A:B തന്നിട്ടുണ്ട്, B:C തന്നിട്ടുണ്ട്. അങ്ങനെയാണ് C:A അത് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ 4:6 ആണ്. A:B എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 10:11 ആണ്. B:C എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. അപ്പം നമുക്കിവിടെ 2 30 ആക്കാൻ പറ്റും. 6 5 30, ഇവിടെ 10 3 30. ഇത് 2 30 ഇവിടെ 33 ഇവിടെ 20 A:C എത്രയാണ് 20:33. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അഖിൽ, സുഹൈൽ, അതുപോലെ അമിത് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും, 64 ദിവസം എടുക്കും. അതേ വർക്ക് തന്നെ അഖിലും സാഹിലും കൂടെ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും, 80 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ അമിത് ഡു ദ വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമിത് ഒറ്റയ്ക്ക് ക്യാൻ ഡു ദ വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ LCM എടുക്കുമ്പോൾ എത്ര വരുന്നത്, നമുക്ക് 64 8 × 8 എന്ന് എഴുതാം. അതായത് ഇവിടെ 8 × 8 വരും, താഴെ 8 × 10 വരും. 8 × 10 വരും. നമുക്ക് ഇതിനകത്ത് 10നെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് 2 × 5 എന്ന് എഴുതാം.
മുകളിൽ 64 കമ്പയർ ചെയ്യുമ്പം താഴെ 80 എന്താണ് കൂടുതൽ, ഒരു 5 കൂടുതൽ. അപ്പോൾ 5 ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് LCM വരുന്നത്. കാരണം ഇവിടെ 8-നകത്ത് എന്താണ് ഓൾറെഡി 2 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ താഴെ കിടക്കുന്ന 2 നമുക്ക് ഇഗ്നോർ ചെയ്യാം. LCM വരുന്നത് എന്താ, 8 ഇൻറ്റു 5 LCM വരുന്നത്. LCM 8 ഇൻറ്റു 5 LCM വരുന്നത്. ഇവരുടെ 3 പേരുടെയും കൂടെ LCM എത്രയാണ്? ഇതും വിട്ടുപോയി 5, എഫിഷ്യൻസി 5 വരും. ഇനി ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്? അഖിലിൻ്റെയും സുഹേലിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ഈ 8 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 2 ഇൻറ്റു 5 വരും. അപ്പോൾ 8 ഇതും വിട്ടുപോയി 2 പറയും. അതെത്രയാണ്? 4 ഇവരുടെ എഫിഷ്യൻസി വരുന്നത്. ഇനി ഇവിടെ എന്താ, അഖിലിൻ്റെയും സുഹേലിൻ്റെയും അമിത്തിൻ്റെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന 5 ഉണ്ട്. അതിനകത്ത് അഖിലിൻ്റെയും സുഹേലിൻ്റെയും തന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4. അപ്പം 5 നിന്ന് 4 മൈനസ് കഴിഞ്ഞാൽ എന്താണ്, അമിത്തിൻ്റെ എഫിഷ്യൻസി തന്നെ കിട്ടും. അതെത്രയാണ്? അമിത്തിൻ്റെ എഫിഷ്യൻസി 1 നമുക്ക് കിട്ടി. നമുക്ക് ടോട്ടൽ വർക്ക് എത്ര? 8 ഇൻറ്റു 5 അറിയാം. അത് ചെയ്യുമ്പോൾ എത്രയാണ്? 320 വരും. 320 ബൈ അമിത്തിൻ്റെ എഫിഷ്യൻസി 1. അപ്പോൾ ആൻസർ എത്രയാണ്? 320 ഡേയ്സ് എന്ന് വരും. അപ്പം അതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. 320 ഡേയ്സ് ഓപ്ഷൻ ഫസ്റ്റ് കിടക്കുന്നു. ഇതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എയുടെയും ബിയുടെയും എഫിഷ്യൻസി റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. A is twice as efficient as B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി എടുക്കുമ്പം എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. ഇനി എന്താണ്, ഇവിടെ ടോട്ടൽ വർക്ക് സെയിം ആണ്. ടോട്ടൽ വർക്ക് സെയിം വരുമ്പം എന്താണ്, എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ ടൈം ടേക്കണം. ടോട്ടൽ വർക്ക് കോൺസ്റ്റൻ്റാണ്, സെയിം ആണ്. രണ്ടുപേരും ചെയ്യുന്ന ഒരേ വർക്ക് തന്നെയാണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. അപ്പോൾ ഇവിടെ ടൈമിൻ്റെ റേഷ്യോ വരുമ്പോൾ ഇതെടുത്ത് തിരിച്ചിട്ടിട്ടാൽ മതി. അതായത് 1:2 ആവും. നമുക്കിവിടെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 45 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ജോലി എ തന്നെ ചെയ്ത് തീർക്കാൻ എത്ര നേരം എടുക്കും? ആ ജോലി ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ 45-ഉം ബി ആ ജോലി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ 90 ദിവസം എടുക്കും. എയുടെ ബിയുടെ ഓരോരുത്തരുടെ സമയം കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താണ്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെ LCM ആണ്. 45-നും 90-ൻ്റെ LCM എന്താണ്? 90 തന്നെയാണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 90 വരും. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി എത്ര? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, 3 വരും. അപ്പം മൊത്തം ഇവർ രണ്ടുപേരും കൂടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ദിവസമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പുള്ളി ആദ്യത്തെ 20 കിലോമീറ്റർ 4 km/h പോയി. പിന്നെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 km/h 5 മണിക്കൂറിൽ പോയി. അങ്ങനെയാണ് വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ആനന്ദ് ഫോർ ദ ഹോൾ ജേർണി എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ 20 കിലോമീറ്റർ സഞ്ചരിച്ച് അതെടുത്ത് അങ്ങനെ എഴുതുക. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ 5 km/h 5 മണിക്കൂർ സഞ്ചരിച്ചു. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യണം. അത് രണ്ടും നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ടൈം 5 മണിക്കൂറും സ്പീഡ് 5 km/h. അപ്പം ഡിസ്റ്റൻസ് എത്ര? 25 km അയാൾ സഞ്ചരിച്ച് 25 km അയാൾ സഞ്ചരിച്ചു. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദ ഹോൾ ജേർണി എന്ന് പറയുന്നത് എത്രയാണ്? ടൈം കിട്ടണമെങ്കിൽ എന്താണ്? ടൈം കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. ഇവിടെ എന്താണ്? ടൈം നമുക്ക് ആദ്യത്തേൽ ടൈം തന്നിട്ടില്ല, പക്ഷേ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പം 20 km/4 എടുത്താൽ മതി. അപ്പം എത്രയാണ്? 4 5 20 ആണ്. 5 മണിക്കൂറാണ് ഇയാൾ ആദ്യത്തെ പാർട്ടി എടുത്തത്. ഇവിടെ 5 hours. അടുത്ത നമുക്ക് 5 എന്ന് തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് 5 hours. അപ്പോൾ അതെടുത്ത് എഴുതി. അപ്പോൾ ഇതെത്രയാണ്? 45/7 എന്ന് വരും. 7 10 എന്ന് വരും. 5 10 എന്ന് വരും.
45/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 2 ട്രെയിൻസ് 100 കിലോമീറ്റർ അപ്പാർട്ടാണ്. അതിനകത്ത് രണ്ടും ട്രാവലിംഗ് ഈച്ച് അതർ ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നേക്കുന്നത് ദേ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 70 കിലോമീറ്റർ ഫ്രം വൺ ഓഫ് ദ സ്റ്റേഷൻസ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ സ്പീഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഇത് AB, ഇത് 100 കിലോമീറ്റേഴ്സ് അപ്പാർട്ട്. അവരുടെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്റർ. അപ്പോൾ 2 ട്രെയിനും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ സമയത്താണ്. പക്ഷേ ഈ ട്രെയിൻ ഓടി 70 കിലോമീറ്റർ എത്തുന്ന ദൂരം ഈ B ട്രെയിൻ ഓടി 70 കിലോമീറ്റർ എത്തുന്ന ദൂരം സെയിം ആണ്. നമുക്ക് ഈ പോയിന്റ് ജസ്റ്റ് സി എന്ന് എടുക്കാം. അതായത് AC വരെ എത്തുന്ന സമയം BC വരെ എത്തുന്ന സമയം സെയിം തന്നെയാണ്. അതായത് ടൈം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ടൈം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്താണ്? ഡിസ്റ്റൻസുകളുടെ റേഷ്യോ എടുക്കാം. അതായത് A ഓടി C വരെ എത്തുന്ന ദൂരം എന്ന് പറയുന്നത് എത്ര? 70 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ. അതുപോലെ B ഓടി C വരെ എത്തുന്ന ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. അപ്പോൾ 7:3 ആണ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. ഇനി എന്താണ്? ടൈം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞത്. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ സ്പീഡ് എന്നുള്ളത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. അതായത് സ്പീഡിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എന്താണ്? 7:3 തന്നെ വരും. അതുകൊണ്ട് ഇവിടെ ടൈം കോൺസ്റ്റൻ്റ് ആണ് ഉള്ളതുകൊണ്ടാണ് സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആവുന്നു. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ പുള്ളിക്കാരിക്ക് ആദ്യം എക്സിൽ നിന്നും വൈയിലേക്ക് എത്തണം. അത് കഴിഞ്ഞ് വൈന്ന് ഇസഡിലേക്ക് എത്തണം. എക്സിൽ നിന്നും വൈയിലേക്ക് പോയ സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 75 മൈൽസ് പെർ അവർ കേട്ടോ. മൈൽസ് പെർ അവർ ആണ്. അതിന് അവൾ എത്ര മണിക്കൂറാണ് എടുത്തത്? 3 മണിക്കൂറാണ് എടുത്തത്. വൈന്ന് ഇസഡിലേക്ക് പോയ കഥ പറയുമ്പം എന്താണ്? സ്പീഡല്ല പറഞ്ഞേക്കുന്നത്, 30% കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. 75-ന് 30% കൂടി. അപ്പം 30% കൂടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 30/100. അതായത് 10 ഉണ്ടായിരുന്നു 13 ആയി. 10ൻ്റെ വാല്യൂ ആണ് 75 എന്നുള്ളത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 13ൻ്റെ വാല്യൂ എത്രയാണ്? 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 7.5. അപ്പം 13ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 97.5 വരും. ഇതെന്താണ്? ഇത് മൈൽസ് പെർ അവറാണ്. ഇനി Y to Z പോയ സമയം നമുക്ക് തന്നിട്ട് എത്രയാണ്? 2 മണിക്കൂർ എന്നുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫുൾ ചേണിയുടെ ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 75×3 ചെയ്യുന്നതാണ് ഫസ്റ്റ് പാർട്ട്. അതായത് X to Y പുള്ളി പോയ ഡിസ്റ്റൻസ് പ്ലസ് ഇനി Y to Z പോയ ഡിസ്റ്റൻസ് കാണാൻ എന്താ? 97.5×2 ചെയ്താൽ മതി. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ഇനി സമയം എത്രയാണ്? 3-2 സമയം ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. 3-2 എത്രയാണ്? 5. 75×2 ചെയ്യുമ്പോൾ എത്രയാണ്? 150 വരും. അതുപോലെ 97.5×2 ചെയ്യുമ്പോൾ എത്രയാണ്? 195 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 150 195 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 345 വരും. 345/5 ചെയ്യുമ്പോൾ എത്രയാണ്? 69 എന്ന് വരും. ആൻസർ എത്രയാണ്? 69 ആണ്. 69 ഓപ്ഷൻ ഇല്ലല്ലേ? എന്തോ പറ്റിപ്പോയല്ലോ. നോക്കാം. 150 195 375. ഇവിടെ 75×3 ആയിരുന്നു ചെയ്യേണ്ട. ഞാൻ 75×2 ചെയ്തത്. അപ്പോൾ ഇവിടെ 75×2 ചെയ്യാൻ നേരം 75×3 ചെയ്യാൻ നേരം എത്ര? 225 വരും. അതേസമയം ഇവിടെ എത്രയാണ്? 195 തന്നെ വരും. അപ്പോൾ ശരി. 225 100 എത്രയാണ്? 325. 325 95 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 420 എന്ന് വരും ടോട്ടൽ ഡിസ്റ്റൻസ്. 420/5 ചെയ്യുമ്പം
5 8 40 2 റിമൈൻഡർ 5 4 20 വരും. 84 മൈൽസ് പെർ അവർ എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, മോഹനും സോഹനും രണ്ടുപേര് അവർ രണ്ടുപേരും പിയും ക്യൂവിനും നിൽക്കുവാണ്. പിയും ക്യൂവും. അപ്പം ഇവർ രണ്ടുപേരും ടോവേഡ്സ് ഈച്ച് അതർ ഓടിത്തുടങ്ങുക. ഇവിടെ എന്താ, ഇത് മോഹൻ, ഇത് സോഹൻ. ഇനി എന്താ, ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. മോഹൻ്റെ സ്പീഡ് 24 കിലോമീറ്റർ പെർ അവർ. ഇവിടെ എന്താ 18 കിലോമീറ്റർ പെർ അവർ. ഇനി തന്നേക്കുന്നുണ്ടാ 10 മിനിറ്റ് ഇവർ ഓടിക്കഴിഞ്ഞപ്പോഴും ഇവർ മീറ്റായെന്നാണ് തന്നേക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്ന് ചോദിച്ചു. ഇവിടെ എന്താ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഈ സ്പീഡ് എന്ന് പറയുന്നത് എന്താ, റിലേറ്റീവ് സ്പീഡാണ്. അതായത് 24 18 കൂടെ കൂട്ടുമ്പോൾ 42 എന്ന് വരും. എന്തുകൊണ്ടാണ് 42 വന്നത്, ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ സ്പീഡ് ആഡായി വരും. ഇൻറ്റു ടൈം എടുക്കാം. ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. 10 മിനിറ്റ് എന്ന് നമ്മൾ 10 മിനിറ്റ് എഴുതിയിട്ട് കാര്യമില്ല. കാരണം എന്താ, ഇവിടെ ഓപ്ഷനിലെല്ലാം കിലോമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്, 10/60 അവേഴ്സ് എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുന്നതാണ് എൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ 0 0 കട്ട് ചെയ്ത് പോയി, 6 7 42. അപ്പോൾ 7 കിലോമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓപ്ഷൻ ഡി 7 കിലോമീറ്റർ. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ചെറിയ ക്യൂബുകൾ, അതിൻ്റെ സൈഡ് ലെങ്ത് തന്നിരിക്കുന്നത് 8 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. അതെല്ലാം കൂടെ മെൽറ്റ് ചെയ്തൊരു വലിയ ക്യൂബാക്കുക. ആ ഉണ്ടായ വലിയ ക്യൂബിൻ്റെ ലോങ്ങസ്റ്റ് ഡയഗണൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം വോളിയത്തിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് എന്താ, ഈ ചെറിയ 3 ക്യൂബുകളുടെ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, വലിയൊരു ക്യൂബിൻ്റെ വോളിയം ആവും. അപ്പോൾ ചെറിയ 3 ക്യൂബുകളുടെ വോളിയം എത്രയാണ്, 8 സൈഡ് വരുന്ന ക്യൂബിൻ്റെ വോളിയം എത്ര, 8 ക്യൂബ് വരും. അതുപോലെ 1 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1 ക്യൂബ് ആവും. അതുപോലെ 6 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ക്യൂബിൻ്റെ വോളിയം 6 ക്യൂബ് ആവും. ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു വലിയ ക്യൂബിൻ്റെ സൈഡ് അത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അത് അതിൻ്റെ റേസ് ടു 3 ആണ്. എ ക്യൂബ് വരും. ഇവിടെ 8 ക്യൂബ് എന്ന് പറയുന്നത് എത്ര, 512 ആണ്. 8 ക്യൂബ് എന്ന് പറയുന്നത് 512 ആണ്. പ്ലസ് 1 ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതുപോലെ 6 ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുമ്പോൾ എത്ര വരുന്നത്, 729 കിട്ടും. 729 ഇവിടെ എ ക്യൂബ് ഉണ്ട് കേട്ടോ. 729 ഈക്വൽ ടു 9 അല്ല, എ ക്യൂബാണ്. എ ക്യൂബ് ഇസിക്കൽ 729 കിട്ടി. അപ്പം എന്തോ ഒരു സംഭവത്തിൻ്റെ ക്യൂബാണ് 729 ആണ് ഇതിനർത്ഥം. എന്തിൻ്റെ ക്യൂബാണ് 729, 9ൻ്റെ ക്യൂബാണ് 729. അപ്പോൾ ആ വലിയൊരു സൈഡിൻ്റെ, വലിയൊരു ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര വരും, 9 സെൻറ്റിമീറ്റർ എന്ന് വരും. ഒരു സൈഡ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ എന്ന് വരും. ഒരു സൈഡ് 9 സെൻറ്റിമീറ്റർ ആയാലേ എന്ത് സംഭവിക്കുള്ളൂ, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 9 ക്യൂബ് വന്നിട്ട് 729 ആവുള്ളൂ. ഇവിടെ വെച്ചേക്കുന്നത് ഇതിൻ്റെ ഈ ഡയഗണൽ എത്രയാണെന്നാണ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ ദൂരം. ഒരു ക്യൂബിൻ്റെ സൈഡ് 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് എത്രയാണ്, 9√3 ആണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ സൈഡുള്ള ഒരു ക്യൂബാണ്, അതിൻ്റെ ഡയഗണൽ ചോദിക്കുകയാണെങ്കിൽ എത്ര, A√3 ആണ് അതിൻ്റെ ഡയഗണൽ വരുന്നത്. സ്ക്വയർ വരുമ്പോൾ അതിൻ്റെ ഈ ഡയഗണൽ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് എ ആണെങ്കിൽ A√2 ആണ് അതിൻ്റെ ഡയഗണൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 ക്യൂബ്സ് ഈച്ച് ഓഫ് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആർ joined end to end. What is the total surface area of the resulting cube എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ളൊരു ക്യൂബ്, അതുപോലത്തെ 3 ക്യൂബ് അടുപ്പിച്ച് വെച്ചേക്കുക ഇതുപോലെ. അപ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിങ് ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എത്രയാണ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്യൂബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ
3 ക്യൂബ് അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ എത്രയാവും? ഇത് മൊത്തം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആവും. ഈ ഒരു സൈഡ് 15 സെൻറ്റിമീറ്റർ ആവും. ഈ ഒരു സൈഡ് എന്താണ്? 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഈ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ തന്നെ വരുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു ക്യൂബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 6a² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a² ആണ്. ഇത് ഇൻറ്റു 3 ചെയ്താൽ പോലെ എന്ന് ചോദിക്കും. 18a² ചെയ്താൽ കിട്ടത്തില്ല. കാരണം എന്താ? അതായത് 6a² ചെയ്യുമ്പം ഈ 6 സൈഡിൻ്റെയും കൂടെ ഏരിയ കിട്ടുന്നത്. പക്ഷേ ഇത് ചേർത്ത് വയ്ക്കുമ്പോൾ 6 സൈഡ് വരുന്നില്ല. ആ ഒരു ചേർത്ത് വയ്ക്കുന്ന സൈഡിലത്തെ ഏരിയ മിസ്സാവുന്നുണ്ട് ശരിക്കും. അത് നമുക്ക് കൂട്ടണ്ട. ഈ ചേർത്ത് വയ്ക്കുന്നത്തെ കേസിലത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്താൽ കിട്ടില്ല. ഇവിടെ മൊത്തം എത്രയാണ്? 6 സൈഡ് വരുന്നുണ്ട്. 4 എണ്ണം എന്താണ്? 15 × 5 വരും. കാരണം ഇവിടെ നോക്കി, ഇത് ഈ ലെങ്ത്ത് 15, ഈ ബ്രെഡ്ത്ത് 15. അപ്പോൾ ഈ ഒരു ഏരിയ വരും, അതുപോലെ ഈ ഒരു ഏരിയ വരും, അതുപോലെ ഇപ്പുറത്ത് ഈ ഒരു ഏരിയ വരും, അതുപോലെ ഈ ഒരു ഏരിയ വരും. അങ്ങനെ 4 സൈഡ് വരും. നമുക്ക് ആദ്യം നമ്പർ ചെയ്യാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കളർ മാറ്റി കൊടുക്കാം. എന്താണ്? ഈ ഒരു ഏരിയ വരും, അതുപോലെ ഈ ഒരു ഏരിയ വരും, അതുപോലെ എന്താണ്? ഈ ഒരു ഏരിയ വരും, അതിന് പുറമെ ഈ ഒരു ഏരിയയും വരും. ലെങ്ത്ത് 15 ബ്രെഡ്ത്ത് 5 വെച്ച് ആ 4 ഏരിയ വരും. ഇനി അതിന് പുറമെ ലെങ്ത്ത് 5 ബ്രെഡ്ത്ത് 5 വെച്ച് എത്ര സൈഡ് വരും? എത്ര ഏരിയ വരും? ഈ ഒരു ഏരിയ വരും, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വരും. അപ്പം 5 × 5, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും 5 വെച്ച് 2 ഏരിയ വരും. 4 2 കൂടെ കൂട്ടി മൊത്തം 6 സൈഡും വന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 15 × 5 ചെയ്യുമ്പോൾ 4 × 75 പ്ലസ് 5 × 5 ചെയ്യുമ്പോൾ 25, അത് × 2 ചെയ്യുമ്പോൾ 50 വരും. 75 × 4 ചെയ്യുമ്പോൾ 300 വരും, പ്ലസ് 50 വരും. ആൻസർ എത്രയാണ്? 350 cm² വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് സൈഡ് എടുത്ത് മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകൂടെ അങ്ങനെ സൈഡ് എടുത്ത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് 15 × 5 15 ലെങ്ത്തും 5 ബ്രെഡ്ത്തും വെച്ച് 4 സൈഡ് വരും. ഒന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന സൈഡ്, ഒന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന സൈഡ്, മറ്റേത് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന സൈഡ്, മറ്റേത് നേരെ താഴോട്ട് ഫേസ് ചെയ്യുന്ന സൈഡ്. അപ്പം 4 സൈഡായി. ഇനി 5 × 5 വരുന്ന, അതായത് 5 × 5 ലെങ്ത്തും 5 ബ്രെഡ്ത്തും വരുന്ന 2 സൈഡുണ്ട്. ഒന്ന് നേരെ അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന സൈഡ്, ഇങ്ങനെ വരും. പിന്നെ പറയണം നേരെ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന സൈഡ്. അപ്പം 2 സൈഡായി. 4 2 6 സൈഡായി. അപ്പം ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫുള്ള് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.